യുദ്ധഭീതിക്കിടയിൽ തകൃതിയായി നശീകരണ മിസൈലുകൾ വാങ്ങുവാൻ പദ്ധതിയിട്ട് ഇറാൻ. ചൈനയിൽ നിന്ന് അത്യാധുനിക സൂപ്പർസോണിക് കപ്പൽ ഛേദ മിസൈലായ CM-302 വാങ്ങാനുള്ള പദ്ധതിയിലാണ് ഇറാൻ എന്ന റിപ്പോർട്ടുകൾ. ചൈനയുടെ YJ-12 മിസൈലിന്റെ കയറ്റുമതി പതിപ്പാണ് CM-302. വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള വലിയ യുദ്ധക്കപ്പലുകളെ തകർക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്യപ്പെട്ട മിസൈലാണ് CM-302. യുദ്ധഭീതിയിൽ വിരണ്ട് ഇറാൻ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് നടുവിൽ ചൈനയിൽ നിന്ന് അത്യാധുനിക സൂപ്പർസോണിക് കപ്പൽ ഛേദ മിസൈലായ CM-302 വാങ്ങാനൊരുങ്ങി ഇറാൻ. യുദ്ധകാലാടിസ്ഥാനത്തിൽ മിസൈൽ വാങ്ങുവാനുള്ള നീക്കം ഇറാൻ ഊർജിതപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ചൈനയുടെ YJ-12 മിസൈലിന്റെ കയറ്റുമതി പതിപ്പാണ് CM-302. വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള വലിയ യുദ്ധക്കപ്പലുകളെ തകർക്കുവാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഈ മിസൈൽ എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതേസമയം അമേരിക്കൻ ആക്രമണം മുൻകൂട്ടി കണ്ട് എണ്ണ കയറ്റുമതി ഇറാൻ ദ്രുതഗതിയിലാക്കിയെന്നും വാർത്തകളുണ്ട്. പേർഷ്യൻ ഗൾഫിലെ ടാങ്കറുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണയുടെ 3 ഇരട്ടിയാണ് ഇറാൻ ഇപ്പോൾ കയറ്റി അയക്കുന്നത്. ഫെബ്രുവരി 15-നും 20-നും ഇടയിൽ ഖാർഗ് ദ്വീപിൽ നിന്നുള്ള ഇറാനിയൻ എണ്ണ കയറ്റുമതി ഏകദേശം 20.1 ദശലക്ഷം ബാരലെത്തിയെന്ന് കെപ്ലർ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ജനുവരിയിൽ ലോഡ് ചെയ്തതിന്റെ 3 ഇരട്ടിയാണിതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തെ ഇറാൻ ശരാശരി ലോഡിംഗ് 1.54 ദശലക്ഷം ബാരലായിരുന്നു. ഇറാൻ എണ്ണയുടെ 90% കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയ ടെർമിനൽ ഖാർഗ് ദ്വീപിലുണ്ട്. അമേരിക്കയുടെ ആക്രമണം ഇറാന്റെ എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തിയാൽ സൗദി അറേബ്യ എണ്ണ ഉൽപ്പാദനം കയറ്റുമതിയും വർദ്ധിപ്പിക്കുമെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഇറാനെ സമ്മർദ്ദത്തിലാക്കുവാൻ 2 പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകളെയാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം ഒട്ടേറെ യുദ്ധക്കപ്പലുകളുമുണ്ട്. ഈ പ്രതിസന്ധി നേരിടുന്നതിനാണ് ചൈനയിൽ നിന്ന് സൂപ്പർസോണിക് മിസൈൽ വാങ്ങുവാൻ ഇറാൻ തയ്യാറെടുക്കുന്നത്. ഏകദേശം 290 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുവാൻ ശേഷിയുള്ളതാണ്. സമുദ്ര ഉപരിതലത്തോട് ചേർന്ന് അതിവേഗത്തിൽ പറക്കുന്നതിനാൽ എതിരാളികളുടെ റഡാറുകൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇവയെ കണ്ടെത്തുകയോ തടയുകയോ ചെയ്യുന്നത് അത്യന്തം പ്രയാസകരമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധങ്ങൾ നിലനിൽക്കെയാണ് ഈ മിസൈൽ ഇടപാട് നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ചൈന ഔദ്യോഗികമായി കരാറിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇറാന്റെ പരമാധികാരത്തെ പിന്തുണയ്ക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഈ മിസൈലുകൾ സ്വന്തമാക്കുന്നത് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്ക തങ്ങളുടെ വൻ നാവികപടയെ വിന്യസിച്ചിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് R. ഫോർഡ് എന്നീ 2 പ്രമുഖ വിമാനവാഹിനി കപ്പലുകൾ ഒരേ സമയം മേഖലയെത്തിയതിന് അസാധാരണമായ നീക്കമാണ്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ഇറാന് നേരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമ്മർദ്ദം ശക്തമാകുന്നതിനായി മേഖലയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും അമേരിക്ക എത്തിക്കുന്നുമുണ്ട്. ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തുവാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുമ്പോൾ തങ്ങൾക്കെതിരെ തുടരുന്ന ഉപരോധങ്ങൾ നീക്കണമെന്ന നിലപാടിലാണ് ഇറാൻ. മേഖലയിലെ യുദ്ധസന്നാഹങ്ങൾക്കിടെ 3ാം വട്ട ഇറാൻ അമേരിക്ക ചർച്ച ഇന്ന് ജനീവയിൽ നടക്കുന്നുണ്ട്. ഒമാൻ വിദേശകാര്യമന്ത്രി ബഗ്ദർ അൽ ബുസൈദിയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ജനീവയിൽ ചർച്ച നടത്തി. യുദ്ധത്തിനും സമാധാനത്തിനും ഒരുക്കമാണെന്നാണ് ഇറാന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.